ഹായ്, ഞാൻ ശ്രീജിത്ത്. ഞാൻ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാത്സ് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പാഠമായ സമാന്തര ശ്രേണിയാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഈ പാഠത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ ഒരാശയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഇത്രയും കാലം പഠിച്ച 9ാം ക്ലാസ് വരെ പഠിച്ച മാത്സിൻ്റെ ഒരു ബേസുകളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല നമ്മുടെ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 11 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ 6 ചാപ്റ്റേഴ്സോളം ഇതുപോലെ പുതിയ ആശയങ്ങളെയാണ് നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയുള്ളൊരു ചാപ്റ്ററാണ് നമ്മുടെ സമാന്തര ശ്രേണി. 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് മാത്സിൽ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ 9ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പവും ലളിതവുമാണ് നമ്മുടെ 10ാം ക്ലാസ് എന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിൽ നിങ്ങൾക്കൊരു 40-50 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് A+ നേടാൻ കഴിയും. ഇനി 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 40 മാർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോഴും നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഇന്ന് വിചാരിച്ചാൽ എന്തു ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മാത്സിൽ A+ മേടിക്കാൻ പറ്റും. അത്രയും ലളിതവും സുഖകരവുമായ പാഠങ്ങളാണ് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യ ചാപ്റ്ററായ നമ്മുടെ സമാന്തര ശ്രേണിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങൾ ഒരുപാട് ശ്രേണികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇരട്ട സംഖ്യകളുടെ ശ്രേണി, ഒറ്റ സംഖ്യകളുടെ ശ്രേണി, എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, അല്ലെങ്കിൽ പലതരം ശ്രേണികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ശ്രേണികളിൽ പലതും സമാന്തര ശ്രേണികളായിരുന്നു. സമാന്തര ശ്രേണികൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങളതൊന്നും സമാന്തര ശ്രേണി എന്ന പേരിൽ പഠിച്ചില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കാതെ പഠിച്ച സമാന്തര ശ്രേണികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമാന്തര ശ്രേണികൾ എഴുതുകയാണ്. ഞാനിവിടെ 2 ശ്രേണികൾ എഴുതിയിട്ടുണ്ട്. 2, 4, 6, 8, അതുപോലെ 3, 5, 7, 9 നിങ്ങൾക്ക് പരിചയമുള്ള ശ്രേണികളാണ്. ഈ ശ്രേണികളുടെ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കൂ. ഈ ശ്രേണികളിലെ ആദ്യത്തെ ആളിൽ നിന്നും രണ്ടാമത്തെ ആളിലേക്ക് എത്താൻ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു സംഖ്യ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? രണ്ടാമത്തെ ശ്രേണിയിലും ഇതേ പ്രത്യേകതയാണുള്ളത്. ആദ്യത്തെ ആളിൽ നിന്നും രണ്ടാമത്തെ ആളിലേക്ക് എത്താൻ ഒരു സംഖ്യ കൂട്ടുകയാണ്. ഇതേ സംഖ്യകളാണ് ആ ശ്രേണിയിലുടനീളം കൂട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്ന ഈ 2 ശ്രേണിയിലും എത്ര വെച്ചിട്ടാണ്? 2 വെച്ചിട്ടാണ് കൂട്ടുന്നത്. അങ്ങനെ ഒരേ സംഖ്യ തന്നെ കൂട്ടി പോകുന്ന ശ്രേണികളെയാണ് നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, 2ൽ നിന്നും 4ലേക്ക് എത്താൻ നമ്മൾ 2ആണ് കൂട്ടുന്നത്. അതുപോലെ തന്നെ 4ൽ നിന്ന് 6ലേക്ക് എത്താനും 2ആണ് കൂട്ടുന്നത്. 6ൽ നിന്ന് 8ലേക്ക് എത്താനും 2ആണ് കൂട്ടുന്നത്. രണ്ടാമത്തെ ശ്രേണിയിലും 3ൽ നിന്ന് 5ലേക്ക് എത്താൻ 2ആണ് കൂട്ടിയത്. 5ൽ നിന്ന് 7ലേക്ക് എത്താനും 2ആണ് കൂട്ടിയത്. 7ൽ നിന്ന് 9ലേക്ക് എത്താനും 2ആണ് കൂട്ടിയത്. ഈ 2 ശ്രേണികളിലും നമ്മൾ തുടർച്ചയായി 2കളെയാണ് കൂട്ടി പോകുന്നത്. ഇനി അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം, 2 കൂട്ടി പോകുന്ന ശ്രേണികളാണോ സമാന്തര ശ്രേണികളെന്ന്. ഒരിക്കലുമല്ല. ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടി പോകാൻ പറ്റും. അങ്ങനെ ഒരേ സംഖ്യകൾ കൂട്ടി പോകുന്ന ശ്രേണികളെയാണ് നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ചില സമയത്ത് കുറയ്ക്കേ ആവാം. ആദ്യത്തത് 5, പിന്നെ 4, 3, 2, 1 അങ്ങനെയും ശ്രേണി എഴുതാം. എന്ന് വെച്ചാൽ അടുത്തടുത്ത 2 ആളുകൾ തമ്മിലുള്ള അകലം തുല്യമായിരുന്നാൽ ആ ശ്രേണികളെ നമ്മൾ സമാന്തര ശ്രേണികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സമാന്തര ശ്രേണികൾ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തരികയാണ്. ഇത് സമാന്തര ശ്രേണികൾ ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം തന്നെ പറയുന്നത് ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. നമുക്കറിയാം ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ്, അല്ലേ? 1, 3, 5, 7 ഇങ്ങനെ പോകുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഒറ്റ സംഖ്യകൾ എന്ന് പറയുക, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുക. നോക്കൂ, ഇതൊരു സമാന്തര ശ്രേണിയാണോ? 1ൽ നിന്ന് 2 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 3 കിട്ടുന്നത്. 3ൽ നിന്ന് 2 കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്. 5ൽ നിന്ന് 2 കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്.
തീർച്ചയായിട്ടും ഇതെന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്. അടുത്തത് നിങ്ങളോട് പറയുന്നത് ഒറ്റ സംഖ്യകളുടെ പകുതിയുടെ ശ്രേണിയാണ്. ഓഡ് നമ്പേഴ്സിൻ്റെ ഹാഫിൻ്റെ ശ്രേണികളെയാണ് അടുത്തത് നിങ്ങളോട് പറയുന്നത്. നമുക്ക് എഴുതി നോക്കാം. 1/2, 3/2, 5/2, 7/2 എക്സിട്ര. ഇതും ഒരു സമാന്തര ശ്രേണിയാണ് അല്ലേ? 1.5 കഴിഞ്ഞു. 1/2 എന്ന് വെച്ചാൽ അര, 3/2 എന്ന് വെച്ചാൽ 1.5, 5/2 എന്ന് വെച്ചാൽ 2.5, 7/2 എന്ന് വെച്ചാൽ 3.5. 1 വെച്ചിട്ടാണ് കൂട്ടി കൂട്ടി പോകുന്നത് അല്ലേ? അരയിൽ നിന്ന് 1 കൂട്ടിയാൽ 1.5ആയി, 1.5യിൽ നിന്ന് 1 കൂട്ടിയാൽ 2.5ആയി, 2.5യിൽ നിന്ന് 1 കൂട്ടിയാൽ 3.5ആയി. ഇവിടെയും ഇത് എന്ത് തന്നെയാണ്? സമാന്തര ശ്രേണികൾ തന്നെയാണ്. അടുത്തത് പറയുന്നത് 2ൻ്റെ കൃതികളുടെ ശ്രേണിയാണ്, 2ൻ്റെ പവറിൻ്റെ ശ്രേണികളെയാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. 2ൻ്റെ ആദ്യത്തെ പവർ 2, then 4, 8, 16 എക്സിട്ര. ഇങ്ങനെ തുടർന്ന് പോലെ. ഇത് സമാന്തര ശ്രേണിയാണോ? 2ൽ നിന്ന് 2 കൂട്ടുമ്പോഴാണ് 4-ലെത്തുന്നത്. 4ൽ നിന്ന് 4 കൂട്ടുമ്പോഴാണ് 8-ലെത്തുന്നത്. 8ൽ നിന്ന് 8 കൂട്ടുമ്പോഴാണ് 16-ലെത്തുന്നത്. ഇവിടെ കൂട്ടുന്ന സംഖ്യകൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇതെന്തല്ല? സമാന്തര ശ്രേണി അല്ല. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, സമാന്തര ശ്രേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത 2 ആളുകൾ തമ്മിലുള്ള അകലം തുല്യമാണെങ്കിൽ, അത് ആ ശ്രേണിയിലുടനീളം ഒരുപോലെയാണെങ്കിൽ ആ ശ്രേണികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഇനി സമാന്തര ശ്രേണികളുടെ ചില പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ സമാന്തര ശ്രേണിയുടെ സ്ഥാനം, പൊതുവ്യത്യാസം, ആദ്യപദം, അങ്ങനെ കുറേ ടേമുകളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സമാന്തര ശ്രേണിയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു സമാന്തര ശ്രേണി നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് എഴുതുകയാണ്. 3, 7, 11, 15. ഇതാണ് ഞാനെടുത്ത സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണി വെച്ചുകൊണ്ട് ഓരോ സമാന്തര ശ്രേണിയിലും അല്ലെങ്കിൽ എല്ലാ സമാന്തര ശ്രേണിയിലെയും പൊതുവായിട്ടുള്ള ചില ഘടകങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ സമാന്തര ശ്രേണിയിലെ ഓരോ സംഖ്യകളെയും നമ്മൾ സംഖ്യകൾ എന്നല്ല പറയുന്നത്, പദങ്ങൾ എന്നാണ് പറയുക, അല്ലെങ്കിൽ ടേംസ് എന്നാണ് പറയുന്നത്. ഈ പദങ്ങൾ, ഓരോ പദങ്ങളെയും അതാത് സ്ഥാന പേരിട്ടിട്ടാണ് നമ്മൾ വിളിക്കുക. ആദ്യത്തെ ആളെ ആദ്യ പദം എന്ന് വിളിക്കും, രണ്ടാമത്തെ ആളെ രണ്ടാം പദം എന്ന് വിളിക്കും. അങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ 100ാമത്തെ ആളെ എന്ത് വിളിക്കും? 100ാം പദം എന്ന് വിളിക്കും. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ ഓരോ ആളുകളെയും പദങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പദങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, സമാന്തര ശ്രേണി ആകണമെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ കൂട്ടി പോകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാന്തര ശ്രേണിയാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതിയ സമാന്തര ശ്രേണിയിൽ 3ൽ നിന്നും 7-ലെത്താൻ 4ആണ് കൂട്ടിയത്. 7ൽ നിന്നും 11-ലെത്താനും 4ആണ് കൂട്ടുന്നത്. 11ൽ നിന്ന് 15-ലെത്താനും 4ആണ് കൂട്ടുന്നത്. ഈ കൂട്ടിയ 4നെ, എല്ലായിടത്തും ഒരുപോലെ കൂട്ടിയ ഈ 4നെ പൊതുവ്യത്യാസം എന്നാണ് പറയുന്നത്. എല്ലായിടത്തുമുള്ള വ്യത്യാസം 4ആണ് അല്ലേ? അപ്പോൾ അതിനെ പൊതുവ്യത്യാസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു സമാന്തര ശ്രേണി എഴുതണമെങ്കിലും നമുക്ക് ആദ്യ പദവും പൊതുവ്യത്യാസവും തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ വേണം. ആദ്യ പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കൂട്ടി പോകുന്നതിനെയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത് എന്ന് ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി പറയാം. ആദ്യം നമ്മൾ പറഞ്ഞു ഒരു സംഖ്യ കൂട്ടി പോകുന്നതിനെയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നതെന്ന്. ഇനി മുതൽ നമ്മൾ എന്ത് പറയണം? ആദ്യ പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കൂട്ടി പോകുന്ന ശ്രേണികളെയാണ് സമാന്തര ശ്രേണികളെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എഴുതിയ ശ്രേണിയിലെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 4ആണ്. പൊതുവായ വ്യത്യാസത്തെയാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യ പദം എന്ന് പറഞ്ഞു അല്ലേ? ആദ്യ പദത്തിനെ നമ്മൾ എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറ്. എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറ്. ചില സാറുമാർ അല്ലെങ്കിൽ ചില ടെക്സ്റ്റുകളിൽ x1 എന്ന് സൂചിപ്പിച്ചും കാണാറുണ്ട്. അതുപോലെ പൊതുവ്യത്യാസത്തെ
ഡി എന്ന ഇംഗ്ലീഷ് ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കാറ്. പൊതുവ്യത്യാസത്തെ ഡി എന്ന ഇംഗ്ലീഷ് ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കാറ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ആദ്യ പദം എന്ന് പറയില്ല, എഫ് എന്നേ പറയുണ്ടാവുള്ളൂ. പൊതുവ്യത്യാസം എന്ന് പറയില്ല, എന്തേ പറയുള്ളൂ, ഡി എന്നേ പറയുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സമാന്തര ശ്രേണിയിലെ ഓരോ ടേമുകളെക്കുറിച്ചും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സമാന്തര ശ്രേണിയിലെ ചില പ്രോബ്ലംസിലേക്ക്, ചില ചോദ്യോത്തരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചു പൊതുവ്യത്യാസം എന്താണ്, ആദ്യപദം എന്താണെന്നൊക്കെ അല്ലേ, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നോക്കൂ, ഞാൻ നേരത്തെ എഴുതിയ പോലെ ഒരു ശ്രേണി എഴുതുകയാണ്. സിമ്പിളായ ഒരു ശ്രേണിയാണ്, 3, 4, 5, 6 അല്ലേ. ഇതിലെ പൊതുവ്യത്യാസം എത്രയാണ്, 1 അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കൂട്ടി പോകുന്ന സംഖ്യയെ പൊതുവ്യത്യാസം എന്നാണ് വിളിക്കുന്നത്. ഇത് നമുക്കൊന്ന് തിരിച്ചും പറയാം. രണ്ടാമത്തെ ആളിൽ നിന്നും ഒന്നാമത്തെ ആൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് പൊതുവ്യത്യാസം അല്ലേ. രണ്ടാമത്തെ ആളാരാണ്, 4, ഒന്നാമത്തെ ആളാരാണ്, 3. 4ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്, 1. അതാണ് പൊതുവ്യത്യാസം. അപ്പോൾ തൊട്ടടുത്ത പദത്തിൽ നിന്നും അതിന് തൊട്ട് മുന്നേയുള്ള പദം കുറച്ചാൽ കിട്ടുന്ന സംഖ്യയെയും പൊതുവ്യത്യാസം എന്ന് ആ രീതിയിലും നമുക്ക് പറയാൻ കഴിയും. എന്ന് വെച്ചാൽ 5ാമത്തെ ആളിൽ നിന്നും 4ാമത്തെ ആൾ കുറച്ചാൽ കിട്ടുക പൊതുവ്യത്യാസമായിരിക്കും. 3ാമത്തെ ആളിൽ നിന്നും 2ാമത്തെ ആൾ കുറച്ചാൽ കിട്ടുന്നത് പൊതുവ്യത്യാസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. നിങ്ങൾക്ക് തരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ആൾ, ആദ്യ പദം 24, രണ്ടാമത്തെ പദം 42. ഇതിലെ 3ാമത്തെയും 4ാമത്തെയും ആളെയും കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. 24ൽ നിന്നും 42ലേക്ക് എത്താൻ എത്ര കൂട്ടിയാൽ മതി, 16 കൂട്ടിയാൽ മതി അല്ലേ. 18 കൂട്ടിയാൽ മതി. 24ൽ നിന്നും 42ലേക്ക് എത്താൻ എത്ര കൂട്ടണം, 18 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ആ 18 ആര്, നമ്മുടെ പൊതുവ്യത്യാസം. അപ്പോൾ ഇനി വരുന്ന ശ്രേണിയിലെ അടുത്ത പദങ്ങളെയൊക്കെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 18 കൂട്ടി പോയാൽ മതി അല്ലേ. അപ്പോൾ അടുത്ത ആൾ, 3ാമത്തെ ആൾ ആരായിരിക്കും, 42നോട് 18 കൂട്ടിയാൽ 60 കിട്ടും. 60നോട് 18 കൂട്ടിയാൽ 78 കിട്ടും. ഇങ്ങനെ തുടർന്ന് പോകും. ഇനി നമുക്ക് ഈ ശ്രേണി വേറൊരു തരത്തിലാണ് തരുന്നതെന്ന് വിചാരിക്കുക, മറ്റൊരു രീതിയിലാണ് തരുന്നതെന്ന് വിചാരിക്കുക. നോക്കൂ, 24, 42 ഈ രീതിയിലാണ് തരുന്നതെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ആദ്യ പദം തന്നു, 2ാം പദം തന്നില്ല, പക്ഷേ 3ാം പദം തന്നു, 4ാം പദം തന്നില്ല. ഇയാളെ നമ്മളെങ്ങനെ കണ്ടെത്തും, ഈ ശ്രേണിയിലെ പൊതുവ്യത്യാസം നമ്മളെങ്ങനെ കണ്ടെത്തും? നേരത്തെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തൊട്ടടുത്തടുത്ത ആളുകളെ കിട്ടിയിരുന്നു. തൊട്ടടുത്ത ആളിൽ നിന്നും ചെറിയ ആൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് പൊതുവ്യത്യാസം എന്നാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ശ്രദ്ധിക്കൂ. ആദ്യത്തെ ആളിൽ നിന്നും 2ാമത്തെ ആളിലേക്ക് എത്താൻ നമുക്ക് ഒരു ഡി കൂട്ടണം. ഡി എന്ന് വെച്ചാൽ പൊതുവ്യത്യാസം അല്ലേ, അതാരാന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞ് 2ാമത്തെ ആളിൽ നിന്നും 3ാമത്തെ ആളിലേക്ക് എത്താൻ ഒരു ഡി കൂടി കൂട്ടണം. എന്ന് വെച്ചാൽ 1ാമത്തെ ആളിൽ നിന്നും 3ാമത്തെ ആളിലേക്ക് എത്താൻ 2 ഡി കൂട്ടണം. 1ാമത്തെ ആളിൽ നിന്നും 3ാമത്തെ ആളിലേക്ക് എത്താൻ 2 പൊതുവ്യത്യാസം കൂട്ടണം. ആ 2 പൊതുവ്യത്യാസം എത്രയാണെന്ന് നമുക്ക് കിട്ടും. എന്ത് കിട്ടും, 3ാമത്തെ ആളിൽ നിന്നും 1ാമത്തെ ആൾ കുറച്ച് കഴിഞ്ഞാൽ 2 പൊതുവ്യത്യാസം കിട്ടും. അപ്പം 3ാമത്തെ ആളാരാണ്, 42. 42ൽ നിന്നും 24 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 2 പൊതുവ്യത്യാസമാണ്. 2 ചാട്ടം ചാടിയപ്പോഴാണ് നമ്മൾ 1ാമത്തേൽ നിന്നും 3ാമത്തേൽ എത്തിയത് അല്ലേ. അപ്പം 3ാമത്തേൽ നിന്നും 1ാമത്തേത് കുറച്ച് കഴിഞ്ഞാൽ ചാടിയ ദൂരം കിട്ടും. 2 ചാട്ടം കൊണ്ട് എത്തിയ ദൂരമാണത് അല്ലേ. അപ്പോൾ ഒരു ചാട്ടത്തിൽ എത്ര ദൂരം ഉണ്ടെന്ന് അറിയാൻ അത് കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ 2 ചാട്ടം ചാടിയപ്പോൾ എന്ന് വെച്ചാൽ 2 പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ 42ൽ നിന്ന് 24 പോയതാണ്. 42ൽ നിന്നും 24 പോയാൽ എത്രയാണ്, 18. 2 ഡി ആണ് 18. 2 ഡി ആണ് എന്ത്, 18 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡി എന്തായിരിക്കും, ഏത് സംഖ്യയാണ് 2 കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടുക, 9 അല്ലേ. അപ്പോൾ ഡി സമം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 9 എന്ന് എഴുതാൻ പറ്റും. കൂട്ടുകാർ പഠിച്ചിട്ടുണ്ടായിരിക്കുക എന്താണ്, 2 ഡി സമം 18. അപ്പോൾ 2 കൊണ്ട് ഡിയെ ഗുണിക്കുന്നു. ഇനി ഡി മാത്രമാണ് വേണ്ടതെങ്കിൽ ഗുണിക്കുന്ന 2 സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ ഹരണമാകും.
അങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ആലോചിക്കുക. നിങ്ങൾ ബസ്സിലെ ജോലിക്കാരൊക്കെ കണ്ടിട്ടില്ലേ? അവരാണ് ഏറ്റവും കൂടുതൽ മാത്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ. നമ്മൾ 7.5 രൂപയുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 10ൽ നിന്ന് അവർ 7.5 കുറയ്ക്കുകയല്ല ചെയ്യുക. 50 പൈസ തന്നിട്ട് നമ്മളോട് പറയും 8 ആയി, പിന്നെ 2 രൂപ വന്നിട്ട് വരും 10 ആയി. അതുപോലെയുള്ള രീതികൾ ഉപയോഗിച്ച് തുടങ്ങുക. എപ്പോഴും നമ്മൾ ഈ ബുക്കിൽ തന്നെ എഴുതി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഇരിപ്പിരുന്ന് പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്താ 2D = 18 എന്ന് കൊടുക്കുക. D = 18/2. 18നെ 2 കൊണ്ടായിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. മനസ്സിലായല്ലോ? ഇതുപോലെ വേറൊരു രീതിയും കൂടി നോക്കാം, അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം കൂടി നോക്കാം. 24/42. നോക്കൂ, ഒന്നാമത്തെ ആളെയും 4ാമത്തെ ആളെയുമാണ് തന്നത്. നടുവിലുള്ള 2 ആളെയും തന്നില്ല അല്ലേ? ഒന്നാമത്തെ ആളെയും 4ാമത്തെ ആളെയുമാണ് തന്നത്. പക്ഷേ ഇനി മുതൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യും? ഒന്നാമത്തെ ആളിൽ നിന്ന് 4ാമത്തെ ആളിലേക്ക് എത്ര ചാട്ടം നോക്കിയാൽ മതി? 1 ചാട്ടം, 2 ചാട്ടം, 3 ചാട്ടം. നമ്മുടെ ഓരോ ചാട്ടം എന്നും പറയുന്നത് നമ്മുടെ പൊതുവ്യത്യാസമാണ് അല്ലേ? ഓരോ ചാട്ടം എന്ന് പറയുന്നത് എന്താണ്? പൊതുവ്യത്യാസമാണ്. അപ്പോൾ 3 ചാട്ടം ചാടിയപ്പോഴാണ് ഇവിടെ എത്തിയത് 24ൽ നിന്നും 42-ലെത്തിയത്. അപ്പോൾ ചാട്ടത്തിനെ നമ്മൾ D എന്നാണ് വിളിക്കല്ലേ? അപ്പോൾ 3 ചാട്ടം ചാടിയപ്പോൾ 24ൽ നിന്നും എവിടെ എത്തി? 42-ലെത്തി. ആ അകലം എത്രയായിരിക്കും? 42 കുറയ്ക്കണം 24 അല്ലേ? അപ്പം 3D = എന്ത് കിട്ടി? 18 കിട്ടി. D = എന്തായിരിക്കും? 3നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആ 18 കിട്ടുക? 6 അല്ലേ? ഗുണനപ്പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾക്കൊക്കെ അറിയുണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, 1ൽ നിന്ന് 1ാം പദത്തിൽ നിന്ന് 100ാം പദത്തിലെത്താൻ എത്ര പൊതുവ്യത്യാസം കൂട്ടണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 99 എണ്ണം കൂട്ടണം എന്ന് പറയും അല്ലേ? 1ൽ നിന്ന് 2ലേക്ക് എത്താൻ 1 ചാട്ടം, 1ൽ നിന്ന് 4ാമത്തേലേക്ക് എത്താനോ 3 ചാട്ടം. അപ്പോൾ 100ക്ക് എത്താൻ എത്ര ചാട്ടമായിരിക്കും? 99 ചാട്ടമായിരിക്കും. ചാട്ടം എന്ന് വെച്ചാൽ പൊതുവ്യത്യാസം എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാട്ടം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ 1ാമത്തേൽ നിന്നും 100ാമത്തേലേക്ക് എത്ര ചാട്ടം ചാടേണ്ടി വരും? 99 ചാട്ടം ചാടേണ്ടി വരും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആദ്യത്തെ ആളെ തന്നു കഴിഞ്ഞാൽ മറ്റ് ആരെ തന്നാലും ശ്രേണിയിൽ എവിടെയെങ്കിലുള്ള ആളെ തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? പൊതുവ്യത്യാസം കണ്ടെത്താൻ പറ്റും. എത്ര എണ്ണം ചാടിയെന്ന് നോക്കിയാൽ മതി. അങ്ങനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആ സമാന്തര ശ്രേണി എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ചോദ്യം തന്നു കഴിഞ്ഞാലും ആദ്യം ആലോചിക്കേണ്ടത് ആ ശ്രേണി എഴുതാവുന്നത് എങ്ങനെയാണെന്നാണ്. ആ ശ്രേണി എഴുതണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ വേണം. ആദ്യം വേണ്ടത് ആദ്യ പദം, പിന്നെ വേണ്ടത് പൊതുവ്യത്യാസം. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും ഈ 2 ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി. ഇവർ 2 പേരെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. തരാത്ത ചോദ്യങ്ങളിൽ അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ പാഠത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ പറയുന്നത് 3ാമത്തെ പദം 3rd ടേം എന്ന് പറയുന്നത് 34 ആണ്. 6th ടേം എന്ന് പറയുന്നത് 67 ആണ്. 3rd ടേം എന്ന് പറയുന്നത് 34 ആണ്. 6th ടേം എന്ന് പറയുന്നത് 67 ആണ്. നേരത്തെ പോലെ തന്നെ, നേരത്തെ ഡാഷ് ഇട്ട് തന്നു, ഇവിടെ എന്തില്ല? ഡാഷ് ഇല്ല അല്ലേ? ഈ ശ്രേണി എഴുതാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന സമാന്തര ശ്രേണി എഴുതാൻ നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കി, 3ാമത്തേൽ നിന്നും 6ാമത്തേതിലേക്ക് എത്താൻ എത്ര ചാട്ടം ചാടണം? 3 ചാട്ടം ചാടിയാൽ മതി അല്ലേ? 3ാം പദത്തിൽ നിന്നും 6ാമത്തേതിലേക്ക് എത്താൻ എത്ര ചാട്ടം ചാടണം? 3 ചാട്ടം ചാടിയാൽ മതി. അപ്പോൾ 3 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 67 - 34. 3D = 67ൽ നിന്നും 34 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ടായിരിക്കുക? 33 ആയിരിക്കും. D = എത്രയായിരിക്കും? 11 ആയിരിക്കും അല്ലേ? 3നെ 11 കൊണ്ട് ഗുണിച്ചാലല്ലേ 33 കിട്ടുക. അപ്പോൾ D = എന്ത് കിട്ടി? 11 കിട്ടി. ഇനി നമുക്ക് കഴിഞ്ഞോ? ഇല്ല, നമ്മുടെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ആ ശ്രേണി എഴുതാനാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ആളെ അറിയില്ല, 2ാമത്തെ ആളെ അറിയില്ല, 3ാമത്തെ ആളെ അറിയാം. എത്രയാണ്? 34 ആണ്. 4ാമത്തെ ആളെ അറിയില്ല, 5ാമത്തെ ആളെ അറിയില്ല, 6ാമത്തെ ആളെ അറിയാം. എത്രയാണ്? 67. അപ്പോൾ ഇനിയിപ്പോൾ ആരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം പൊതുവ്യത്യാസം എത്രയാണെന്ന് കിട്ടി? എത്രയാണ്? 11 ആണ്. മുന്നോട്ട് പോകുമ്പോൾ കൂട്ടി പോവുക, പിന്നോട്ട് വരുമ്പോൾ കുറച്ച് വരാം.
അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ 34 നിന്നും അടുത്ത ആളെ കിട്ടണമെങ്കിൽ 11 എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. എത്ര വരും? 45 വരും. അടുത്ത ആളെ കിട്ടാനോ വീണ്ടും 11 കൂട്ടുക, 56 വരും. ഇനി ബാക്കിലേക്കാണല്ലോ വരിക. മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ബാക്കിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? കുറയ്ക്കായിരിക്കും. അപ്പോൾ നോക്കൂ, 34 നിന്ന് 11 പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? 23 ആയിരിക്കും. വീണ്ടും 11 പോയാലോ 12 ആയിരിക്കും. ഇങ്ങനെ ഈ രീതിയിലും നിങ്ങൾക്ക് എന്ത് വരും? ക്വസ്റ്റ്യൻസ് വരും. നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തുള്ള പദങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ എന്താണ് പദങ്ങളുടെ അല്ലെങ്കിൽ സമാന്തര ശ്രേണികളുടെ ബീജഗണിതത്തിലേക്ക് കിടക്കുകയാണ്. എന്താണ് ബീജഗണിതം? ഓൾജിബ്ര. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ത്? ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്ന്. പൊതുവായ രൂപത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓൾജിബ്ര എന്ന് പറയുക, അല്ലെങ്കിൽ ബീജഗണിതം എന്ന് പറയുക. പൊതുവായ രൂപത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓൾജിബ്ര എന്ന് പറയുക, അല്ലെങ്കിൽ ബീജഗണിതം എന്ന് പറയാം. അപ്പോൾ നോക്കൂ, ഏതൊരു സമാന്തര ശ്രേണി എടുത്തു കഴിഞ്ഞാലും എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു. പൊതുവ്യത്യാസം കൂട്ടി കൂട്ടി പോവുകയാണെന്ന് പഠിച്ചു. അപ്പോൾ നോക്കൂ, ഞാൻ സമാന്തര ശ്രേണി വീണ്ടും എഴുതുകയാണ്, അല്ലെങ്കിൽ നിലവിൽ നമ്മുടെ കയ്യിലുള്ള സമാന്തര ശ്രേണി എഴുതാം. 12, 23, 34, 45 അങ്ങനെ തുടർന്ന് പോകൂല്ലേ? അങ്ങനെ തുടർന്ന് പോകല്ലേ? ഈ ശ്രേണിയുടെ പ്രത്യേകത നോക്കുക. ആദ്യത്തെ ആളിൽ നിന്നും 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ ആളിലെത്തി. ആദ്യത്തെ ആളിൽ നിന്നും 11 കൂട്ടിയപ്പോൾ എവിടെ എത്തി? രണ്ടാമത്തെ ആളിലെത്തി. ആദ്യത്തെ ആളിൽ നിന്നും 22 കൂട്ടിയപ്പോഴാണ് മൂന്നാമത്തെ ആളിലെത്തിയത്. എന്ന് വെച്ചാൽ 2 11 കൂട്ടി. എന്ത് കൂട്ടി? 2 11 കൂട്ടി. ഇനി അതുപോലെ തന്നെ ആദ്യത്തെ ആളിൽ നിന്നും നാലാമത്തെ ആളിലെത്താൻ എന്ത് കൂട്ടി? 3 11 കൂട്ടി. എന്ത് കൂട്ടി? 3 11 കൂട്ടി. അപ്പോൾ ഇനി നോക്കൂ, ആദ്യത്തെ ആളിൽ നിന്ന് രണ്ടാമത്തേതിലേക്ക് എത്താൻ 1 11 കൂട്ടി. ആദ്യത്തെ ആളിൽ നിന്നും മൂന്നാമത്തേതിലേക്ക് എത്താൻ 2 11 കൂട്ടി. ആദ്യത്തെ ആളിൽ നിന്നും നാലാമത്തേതിലേക്ക് എത്താൻ 3 11 കൂട്ടി. അല്ലേ? അപ്പോൾ 4ലേക്ക് എത്തണമെങ്കിൽ 3 കൂട്ടി, 2ലേക്ക് എത്തണമെങ്കിൽ 1 കൂട്ടി. അപ്പോൾ 100ലേക്ക് എത്തണമെങ്കിൽ 99 കൂട്ടിയാൽ മതി. 110ലേക്ക് എത്തണമെങ്കിലോ 109 കൂട്ടിയാൽ മതി. അപ്പോൾ എത്രാമത്തതാണോ നമുക്ക് കാണേണ്ടത്, അയാളെ കാണാൻ ആദ്യത്തെ ആളോട് അയാളിൽ നിന്നും 1 കുറച്ച അത്രയും പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. ഇവിടെ നമ്മൾ 11 കൂട്ടി. 11 അല്ല, 11 എന്ന് പറയുന്നത് ആരാണ്? പൊതുവ്യത്യാസമാണ്. ഈ ശ്രേണിയിൽ 11 ആണ്. എല്ലാ ശ്രേണിയിലും പൊതുവായിട്ട് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? പൊതുവ്യത്യാസം എന്നാണ് പറയുക. അപ്പോൾ ഏതൊരു ശ്രേണിയിൻ്റെയും ബീജഗണിതം കാണാൻ, അല്ലെങ്കിൽ ദൂരെയുള്ള പദങ്ങളെ കാണാൻ നമുക്ക് ഇനി മുതലുള്ള സമവാക്യമാണ് xn സമം f പ്ലസ്, എഫ് എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ആൾ, എഫ് പ്ലസ് n മൈനസ് 1 ഡി എന്ന് പറയുന്നത്. എഫ് പ്ലസ് n മൈനസ് 1 ഡി എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇനി നമുക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നന്നായിട്ട് മനസ്സിലുണ്ടായിരിക്കണം. എന്താണ്? എത്രാമത്തെ ആളെയാണോ കാണാനുള്ളത്, അയാളെ കാണാൻ ആദ്യത്തെ ആളോട് കൂടിയിട്ട് അയാളിൽ നിന്നും 1 കുറച്ച അത്രയും പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അപ്പോൾ ഈ സമവാക്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. ഇനി ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ബാക്കി പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ കാണുന്ന ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കണം. നമ്മുടെ പുതിയ വീഡിയോസും കൂടുതൽ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോസും നിങ്ങൾക്ക് ഇതുവഴി കാണാൻ സാധിക്കും.